കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. സി അച്യുതമേനോൻ്റെയും കെ കരുണാകരൻ്റെയും തേറമ്പിൽ രാമകൃഷ്ണൻ്റെയും AC ജോസിൻ്റെയും ഒക്കെ രാഷ്ട്രീയ തട്ടകമായിരുന്നു ഈ മണ്ഡലം. തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, ഒല്ലൂർ, മണലൂർ, പുതുക്കാട്, ഗുരുവായൂർ, നാട്ടിക, ഇരിങ്ങാലിക്കുട എന്നീ മണ്ഡലങ്ങൾ ചേരുന്നതാണ് തൃശ്ശൂർ ലോക്സഭ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണ് ഈ മണ്ഡലം ഇന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് മോദിക്ക് ഗ്യാരണ്ടി എന്ന ഉറപ്പുമായി നരേന്ദ്രമോദി തൃശ്ശൂരിൻ്റെ മണ്ണിലെത്തിയത്. CPIയും കോൺഗ്രസും മാറി മാറി വിജയിച്ചിട്ടുള്ള ഈ മണ്ഡലത്തിൽ ഇരു മുന്നണികൾക്കും തുല്യമായ സാധ്യതയാണ് എപ്പോഴും ഉള്ളത്. ഈ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വടകര MP ആയ കെ മുരളീധരനാണ്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് VS സുനിൽകുമാർ. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. ഈ മണ്ഡലത്തിലെ ഭൂരിപക്ഷ സമുദായം ഹൈന്ദവ സമുദായമാണ്. രണ്ടാമതായി വരുന്നത് ക്രൈസ്തവരും, മൂന്നാമത് 17% വരുന്ന മുസ്ലിം ജനവിഭാഗവുമാണ് ഉള്ളത്. എന്നാൽ ഈ അടുത്തായി ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ രാഷ്ട്രീയ മാറ്റത്തിലാണ് പ്രധാനമായും BJPയും സുരേഷ് ഗോപിയും കണ്ണുവയ്ക്കുന്നത്. എന്നാൽ അതിനെ എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വിജയ സാധ്യതകൾ. UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ സിറ്റിംഗ് MP ആയ TM പ്രതാപിനെ മാറ്റി വടകര MP ആയ കെ മുരളീധരനെ കൊണ്ടുവന്നതിൽ കൃത്യമായ രാഷ്ട്രീയമാണ് അവർക്ക് ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലം പിടിച്ചെടുക്കണമെന്നുള്ള, അല്ലെങ്കിൽ BJPയെ വിജയിപ്പിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബോധ്യത്തോടു കൂടിയാണ് മുൻ മന്ത്രിയും ഏറെ ജനകീയനുമായ VS സുനിൽകുമാറിനെ CPI മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ലവ് ജിഹാദ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ CAA ചർച്ച വിഷയമായി വരുന്നുണ്ട്. മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിലയിരുത്തലും ഇവിടെ നടക്കപ്പെടുന്നുണ്ട്. ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും മാറി മാറി പിന്തുണച്ച ചരിത്രമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. എന്നാൽ സമീപകാല തിരഞ്ഞെടുപ്പുകളിൽ BJP അവരുടെ വോട്ട് ഗണ്യമായി ഉയർത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിശേഷിച്ച് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശമാണ് BJPക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം തിരഞ്ഞെടുപ്പുകളിൽ നൽകിയത് എന്നുള്ളത് നമുക്ക് കണക്കുകളിൽ നിന്ന് വ്യക്തമാകും. സുരേഷ് ഗോപി 2019 തിരഞ്ഞെടുപ്പിൽ ഏകദേശം 2,93,000 വോട്ടാണ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നേടിയത്. അതുമാത്രമല്ല തൃശ്ശൂർ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അദ്ദേഹം 3ാം സ്ഥാനത്തായി പോയെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്തരമെന്ന് പറയുന്നത് 5,000 താഴെ വോട്ട് മാത്രമായിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിക്ക് മണ്ഡലത്തിലെ ഹൈന്ദവർക്കിടയിലും ക്രൈസ്തവർക്കിടയിലും നിർണായകമായിട്ടുള്ള സ്വാധീനം നേടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങളൊക്കെ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. സുരേഷ് ഗോപിക്ക് ഇവിടെ വിഘാതമായി പ്രധാനമായും നിൽക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കേഡർ വോട്ടുകളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് UDF വെച്ച് പുലർത്തുന്ന ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ വോട്ടുകളിലുമാണ് സുരേഷ് ഗോപിക്ക് കടന്നു കയറാൻ ഇതുവരെ സാധിക്കാത്തത്. ഇത്തരം വോട്ടുകളിലേക്ക് കടന്നു കയറുന്നതിന് വേണ്ടിയാണ് സുരേഷ് ഗോപി പള്ളികളിൽ നിത്യമായ സന്ദർശനം നടത്തിയും അതോടൊപ്പം തന്നെ സ്വർണ്ണ കിരീടവും ഒക്കെ നൽകി കോൺഗ്രസ് വോട്ടുകളെ കൂടുതൽ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇടതുപക്ഷ വോട്ടുകളിൽ തന്നെ വിള്ളലുണ്ടാക്കുന്നതിനായിട്ട് ഹൈന്ദവ മേഖലകളിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ BJP ഇത്തവണ നടത്തുന്നത് കണ്ടു. മോദി നേരിട്ട് തന്നെ മോദിക്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിൽ നിരവധി തവണ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ടും സേവന മേഖലകളിൽ സുരേഷ് ഗോപി നിരന്തരമായി നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുമൊക്കെ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാനാണ് BJP ശ്രമിക്കുന്നത്. അതിനെ എങ്ങനെ ഇടതുപക്ഷത്തിനും UDFനും പ്രതിരോധിക്കാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ പഠനത്തിൽ UDFനും LDFനും തുല്യമായിട്ടുള്ള വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത്. എങ്കിലും ഒരു പടി മുന്നിൽ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം വളരെ ജനകീയനായ ഒരു കൃഷിമന്ത്രിയായിരുന്നു. തൃശ്ശൂരിൻ്റെ എല്ലാ സാംസ്കാരികമായ രാഷ്ട്രീയ പ്രവർത്തന മേഖലകളിലും അദ്ദേഹം നിറഞ്ഞ സാന്നിധ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. എങ്കിലും കെ മുരളീധരൻ്റെ സാധ്യതയെ നമുക്ക് എഴുതി തള്ളാൻ സാധിക്കുന്നില്ല. അദ്ദേഹം കെ കരുണാകരൻ്റെ പുത്രനാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായി നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ക്രൈസ്തവർക്കിടയിലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സമൂഹമായ ക്രൈസ്തവർക്കിടയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട്. മുന്നാക്ക ഹൈന്ദവ സമുദായത്തിനിടയിൽ നിർണായകമായ സ്വാധീനമുണ്ട്. ഇതൊക്കെയും കെ മുരളീധരൻ്റെ സാധ്യതകളെയും നിലനിർത്തുന്നുണ്ട്. അതേസമയം ഇവിടെ സുരേഷ് ഗോപിയുടെ സാധ്യതകളെ ഏറ്റവും പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ ചേർന്ന് നടത്താൻ സാധ്യതയുള്ള ക്രോസ് വോട്ടിംഗ് ആണ്. അത്തരത്തിൽ
അത്തരത്തിലൊരു ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് എങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത അസ്തമിക്കപ്പെടുകയും അദ്ദേഹം രണ്ടാമതായി മാത്രം ഫിനിഷ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മിക്കവാറും LDFിൻ്റെയോ UDFിൻ്റെയോ ഒരു സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് വരികയും സുരേഷ് ഗോപി രണ്ടാമത് വരികയും ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. BJPക്കായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് BJPയുടെ ദേശീയ നേതൃത്വവും സംസ്ഥാന കേരള BJP നേതൃത്വവും ഒക്കെ നിലനിൽക്കുന്നത്. എങ്കിലും സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വന്തം പ്രതിച്ഛായ കൊണ്ട് മാത്രമാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അദ്ദേഹത്തിന് എത്രത്തോളം പിന്തുണ കേരള ഘടകത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് പ്രസക്തമാണ്. BJPക്കായി തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ വിജയിക്കാനാണ് സാധ്യത.